നിലവിൽ ഇപ്പം ഗോൾഡ് ഉണ്ട്, സിൽവർ ഉണ്ട്, ലാൻഡ് ഉണ്ട്, FD ഉണ്ട്. അപ്പോൾ എന്തിനാണ് മ്യൂച്വൽ ഫണ്ട്? ഓക്കെ, ഒരുപാട് കാരണങ്ങളുണ്ട്. ആദ്യമായിട്ട് ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിനെക്കുറിച്ച് വലിയ നോളജ് ഒന്നും ആവശ്യമില്ല. ഷെയർ മാർക്കറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് എങ്ങനെയാണ് ഇത് സിസ്റ്റം വർക്ക് ആകുന്നത് അങ്ങനെ വലിയ നോളജ് ഒന്നും വേണമെന്നില്ല. സാധാരണക്കാരായ ഒരു വ്യക്തികൾക്ക് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. കാരണം മ്യൂച്വൽ ഫണ്ടിൽ ഓരോ സ്കീമും മാനേജ് ചെയ്യുന്നത് എക്സ്പേർട്ട് ആയിട്ടുള്ള ഫണ്ട് മാനേജറാണ്. 24/7 അദ്ദേഹം വാച്ച് ചെയ്യും അദ്ദേഹം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത ഓരോ കമ്പനിയുടെ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്, കാരണം ഇപ്പോൾ ഒട്ടുമിക്ക ആളുകളും ഇഗ്നോർ ചെയ്യുന്ന ഭാഗമാണ്. അതായത് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഇത് നോക്കൂല എങ്ങനെ എക്സിറ്റ് ചെയ്യണം എന്നുള്ളത്. മ്യൂച്വൽ ഫണ്ടിൽ എനി പോയിന്റ് ഓഫ് ടൈം നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റും. ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് എക്സിറ്റ് ചെയ്യാം. ഇപ്പം 2 ദിവസം കൊണ്ട് ബാങ്ക് അക്കൗണ്ടിൽ ഫണ്ട് എത്തും. നമുക്ക് എപ്പോഴാണ് ഫണ്ട് വേണ്ടത് ആ സമയത്ത് നമുക്ക് ക്വിറ്റ് ചെയ്യാം. അതിപ്പം യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനിലോ അല്ലെങ്കിൽ ലാൻഡിലോ ബാങ്ക് FDയിലോ ഒരുപാട് റെസ്ട്രിക്ഷൻസ് നമുക്ക് അതിലുണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നത് മറ്റ് അസറ്റ് ക്ലാസ് അവോയ്ഡ് ചെയ്യണമെന്നല്ല, അതിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ പെർസെൻറ്റേജ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് പോകേണ്ടത് മ്യൂച്വൽ ഫണ്ടിലാണ്.